വിശദമായി കശ്മീരിൽ മെഹബൂബ മുഫ്തി സർക്കാരിനെ പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് പിഡിപിയുമായുള്ള സഖ്യത്തിൽ നിന്ന് ബിജെപി പിന്മാറി. കശ്മീരിലെ ബിജെപി നേതാക്കളുമായി അമിത്ഷാ നടത്തിയ ചർച്ചകൾക്കൊടുവിലാണ് തീരുമാനം. മേഖലയിൽ വിഘടനവാദവും തീവ്രവാദ ആക്രമണങ്ങളും കൂടിവരുന്ന സാഹചര്യത്തിലാണ് നടപടിയെന്ന് ബിജെപി ദേശീയ ജനറൽ സെക്രട്ടറി രാം മാധവ് പറഞ്ഞു. 3 വർഷമായി തുടരുന്ന സഖ്യം മുന്നോട്ട് കൊണ്ടുപോകാനാകില്ലെന്ന് രാം മാധവ് അറിയിച്ചു. ബിജെപി മന്ത്രിമാർ ഗവർണർക്ക് രാജിക്കത്ത് കൈമാറി. कश्मीर में जो परिस्थिति निर्माण हुई है उसके संदर्भ में विभिन्न स्तरों पर हमारी चर्चाएं हुई है, उसका आकलन करने का विस्तृत प्रयास हुआ. गृह मंत्रालय से, एजेंसी से सबसे आवश्यक इनपुट्स लेने के बाद प्रधानमंत्री और पार्टी के अध्यक्ष अमित भाई इन सबकी परामर्श होने के बाद आज हमने यह निर्णय किया है कि यह गठबंधन सरकार में आगे चलना भाजपा के लिए संभव नहीं होगा. It has become untenable for BJP to continue in the alliance government in Jammu and Kashmir. അതിനിടെ മെഹബൂബ മുഫ്തി 4 മണിക്ക് പിഡിപി നേതാക്കളുടെ അടിയന്തര യോഗം വിളിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി ER രാഗേഷ് ചേരുന്നു. രാഗേഷ്, കത്വ സംഭവങ്ങളോടെ ബിജെപി പിഡിപി സഖ്യത്തിൽ ഉലച്ചിലുകൾ ഉണ്ടായിരുന്നു. അതിപ്പോൾ സഖ്യം വേർപിരിയുന്ന സാഹചര്യത്തിലേക്ക് വരെ കാര്യങ്ങളെ എത്തിച്ചിരിക്കുന്നു. എന്തൊക്കെയാണ് രാം മാധവ് വാർത്താസമ്മേളനത്തിൽ സഖ്യം പിരിയുന്നതിനുള്ള കാരണങ്ങളായി പറഞ്ഞത്? രേണുക, ജമ്മു കശ്മീരിലെ BJP PDP സഖ്യം അവസാനിച്ചിരിക്കുന്നു. 3 വർഷം നീണ്ട സഖ്യം അവസാനിപ്പിക്കുന്നതായി BJP ഔദ്യോഗികമായി തന്നെ അറിയിച്ചിരുന്നു. ജമ്മു കശ്മീരിൽ നിന്നുള്ള സംസ്ഥാന നേതാക്കളുമായി BJP ദേശീയ അധ്യക്ഷൻ അമിത്ഷാ ഇന്ന് ചർച്ച നടത്തിയിരുന്നു. ഈ ചർച്ചയ്ക്കൊടുവിലാണ് സഖ്യവുമായി മുന്നോട്ട് പോകേണ്ടതില്ല എന്ന തീരുമാനം ഏതായാലും BJP കൈക്കൊണ്ടിരിക്കുന്നത്. തുടർന്ന് BJP ആസ്ഥാനം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സഖ്യം അവസാനിപ്പിക്കുന്നതായും സഖ്യവുമായി നിലവിലെ ഘട്ടത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുകൂടി BJPയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയും ജമ്മു കശ്മീരിന്റെ ചുമതലയുള്ള നേതാവുമായ രാം മാധവ് വ്യക്തമാക്കുകയായിരുന്നു. ഇതിന് കാരണങ്ങളായി BJP നിരത്തുന്നത് ഒന്ന്, സംസ്ഥാനത്തെ ക്രമസമാധാനം തകരാറിലായിരിക്കുകയാണ് എന്നാണ് പ്രധാനപ്പെട്ട ആരോപണമായി BJP നിരത്തുന്നത്. ഒപ്പം തന്നെ വിഘടനവാദവും തീവ്രവാദവും സംസ്ഥാനത്ത് വർദ്ധിച്ചു വരികയാണെന്ന് കൂടി രാം മാധവ് ഇന്ന് വ്യക്തമാക്കുകയും ചെയ്തു. ഇത് കൂടാതെ പ്രധാനമായും പറയുന്നത് ലഡാക്ക് അടക്കമുള്ള ജമ്മു മേഖലയുടെ വിവേചനപരമായ ഒരു സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്ന് കൂടി രാം മാധവ് കുറ്റപ്പെടുത്തുകയും ചെയ്തു. ഏതായാലും 2 വിരുദ്ധ ആശയങ്ങൾ തമ്മിലുള്ള പാർട്ടികൾ അതെങ്ങനെ തെരഞ്ഞെടുപ്പാനന്തര സഖ്യമുണ്ടായോ അത്തരത്തിൽ പെട്ടെന്ന് തന്നെയാണ് അമ്പരപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഈ സഖ്യത്തിൽ നിന്ന് പിന്നോട്ട് പോകാനുള്ള തീരുമാനം. പക്ഷേ കാലങ്ങളായി ഈ 2 പാർട്ടികളും തമ്മിൽ അകൽച്ച രൂക്ഷമായിരുന്നു. അത് കത്വ സംഭവത്തോടു കൂടി കൂടുതൽ രൂക്ഷമാവുകയും ചെയ്തിരുന്നു. കാരണം കത്വ സംഭവത്തിൽ സംസ്ഥാന സർക്കാർ ഒരു നിലപാടുമായി മുന്നോട്ട് പോകുമ്പോൾ പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് മന്ത്രിമാരടക്കമുള്ളവർ സ്വീകരിക്കുകയും ചെയ്തിരുന്നത്. ഏറ്റവും ഒടുവിൽ വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട വിഷയത്തിലും വ്യത്യസ്ത അഭിപ്രായങ്ങൾ പാർട്ടിക്കകത്ത് ഉണ്ടാവുകയും ചെയ്തിരുന്നു. പ്രത്യേകിച്ച് റംസാൻ വ്രതസമയത്ത് സംസ്ഥാന സർക്കാരിൻ്റെ ആവശ്യപ്രകാരം കേന്ദ്രം വെടിനിർത്തൽ കരാർ നടപ്പാക്കാൻ തീരുമാനമെടുത്തിരുന്നു. പക്ഷേ അതിനുശേഷം അതുമായി മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന നിലപാടായിരുന്നു കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത്. പക്ഷേ സംസ്ഥാന സർക്കാർ അതിന് വിഭിന്നമായൊരു നിലപാട് സ്വീകരിക്കുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ പല വിഷയങ്ങളിൽ സംസ്ഥാന സർക്കാരും ഒപ്പം തന്നെ BJPയും തമ്മിൽ വലിയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. സംസ്ഥാന നേതാക്കൾക്കിടയിൽ തന്നെ പലവട്ടം അവർ ഇത്തരത്തിൽ സഖ്യവുമായി മുന്നോട്ട് പോകുന്നത് BJPക്ക് ഗുണം ചെയ്യില്ല, BJPയുടെ ആശയങ്ങളുമായി മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന അഭിപ്രായം കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ RSSും BJP ദേശീയ അധ്യക്ഷൻ അമിത്ഷായും പ്രധാനമന്ത്രിയും ഉള്ളവർ ഈ സഖ്യവുമായി മുന്നോട്ട് പോകാം എന്നൊരു നിലപാട് സ്വീകരിക്കുകയായിരുന്നു. കാരണം NDAയിൽ നിന്ന് പല കക്ഷികളും വിട്ടുപോകുന്നൊരു സാഹചര്യമുണ്ട്. TDP ആന്ധ്രാപ്രദേശിൽ നിന്ന് വിട്ടുപോകുന്നൊരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നിലവിൽ PDPയുമായി ഒരു സഖ്യം ഉപേക്ഷിക്കേണ്ടതില്ല എന്നായിരുന്നു നേരത്തെ BJP ദേശീയ നേതൃത്വം കൈക്കൊണ്ടിരിക്കുന്ന നിലപാട്. പക്ഷേ സംസ്ഥാനത്തെ സ്ഥിതിഗതികൾ ഇപ്പോൾ നിലവിൽ പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി അടുക്കുന്ന സാഹചര്യത്തിൽ PDPയുമായുള്ള സഖ്യം ഒരു തരത്തിലും ഗുണം ചെയ്യില്ല എന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് BJP ഏതായാലും ഈ സർക്കാരിൽ നിന്ന് പിന്തുണ പിൻവലിക്കാനുള്ള തീരുമാനം ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത്. രാകേഷ്,
നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം കോൺഗ്രസ് മുക്ത ഭാരതം എന്ന ലക്ഷ്യം വെച്ച് ഓരോ സംസ്ഥാനങ്ങളും പിടിച്ചെടുക്കുന്നതിന്റെ ഭാഗമായാണ് PDPയുമായി അപ്രതീക്ഷിതമായി ഇത്തരമൊരു കൂട്ടുകെട്ടുണ്ടാക്കുകയും അവിടെ സർക്കാർ രൂപീകരിക്കുകയും ചെയ്യുന്നത്. അവിശുദ്ധ കൂട്ടുകെട്ട് എന്നുവരെ പലരും വിശേഷിപ്പിച്ച ഒരു കൂട്ടുകെട്ടാണ് അവിടെ അധികാരത്തിൽ വന്നത്. ആ സഖ്യം BJP അവസാനിപ്പിക്കുമ്പോൾ രാകേഷ് പറഞ്ഞു നിർത്തിയെടുത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ കൂടി കണ്ടുകൊണ്ടാണ് ഇപ്പോൾ പൊടുന്നനെ ഇത്തരമൊരു വേർപിരിയൽ BJP സ്വീകരിക്കുന്നത്. തീർച്ചയായും രേണുക, 2014 ജമ്മു കാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 2014 ഡിസംബർ മാസത്തിൽ 27 സീറ്റുകൾ നേടി PDP ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി. 25 സീറ്റാണ് BJPക്ക് നേടിയിരുന്നത്. കേവല ഭൂരിപക്ഷത്തിന് വേണ്ടിയിരുന്ന 44 സീറ്റുകളാണ്. പക്ഷേ BJP എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് അവിടെ PDPയുമായി സഖ്യത്തിന് തയ്യാറാവുകയായിരുന്നു. ഇത് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ അമ്പരപ്പ് ഉണ്ടാക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഏത് വിധേനയും അധികാരം പിടിക്കുക എന്ന തന്ത്രം തന്നെയാണ് അന്ന് അമിത്ഷായും BJP ദേശീയ നേതാക്കളും അവിടെ സ്വീകരിക്കുകയും ചെയ്യുന്നത്. ഇത്തരമൊരു സഖ്യത്തിന് PDPയും തയ്യാറാവുകയും ചെയ്തു. പക്ഷേ ആദ്യഘട്ടം മുതൽ തന്നെ വലിയ രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. അത് ആർട്ടിക്കിൾ 370 കാര്യത്തിൽ അടക്കമുള്ള വിഷയങ്ങളിലും അവസ്പ പിൻവലിക്കുന്ന കാര്യത്തിലടക്കം സംസ്ഥാന സർക്കാരും ഒപ്പം തന്നെ മെഹബൂബയും തമ്മിൽ BJPയും തമ്മിൽ വലിയ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും നിലവിൽ പല വിഷയങ്ങളിലും അഭിപ്രായ ഭിന്നത രൂക്ഷമായിരിക്കുകയാണ്. ഏതായാലും നിലവിൽ സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കുന്നത് ഏറ്റവും ഉചിതമായ സമയം എന്ന് തന്നെയാണ് BJP കണക്കൂട്ടുന്നത്. അത് നേരത്തെ സൂചിപ്പിച്ച പോലെ ഒന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് 1 വർഷത്തിൽ താഴെ മാത്രമാണ് സമയമുള്ളത്. അത്തരത്തിൽ PDPയുമായി ഒരു സഖ്യവുമായി മുന്നോട്ട് പോകുമ്പോൾ കശ്മീർ വിഷയം വലിയ തീവ്രമായി BJPക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കില്ല. അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഏതായാലും BJP ഈ സഖ്യത്തിൽ നിന്ന് പിന്മാറാനുള്ള തീരുമാനം ഈ ഘട്ടത്തിൽ കൈക്കൊണ്ടിരിക്കുന്നത്. അതിന് സംസ്ഥാന സർക്കാരിനെ പഴിക്കുന്ന ഒരു സമീപനം തന്നെയാണ് രാം മാധവ് സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നത്. കാരണങ്ങളായി നിർത്തിയിരിക്കുന്നത് തീവ്രവാദം വർദ്ധിച്ചിരിക്കുന്നു, ഒപ്പം തന്നെ വിഘടനവാദം വർദ്ധിച്ചിരിക്കുന്നു, ക്രമസമാധാന നില വഷളായിരിക്കുന്നു തുടങ്ങിയ കാരണങ്ങൾ തന്നെയാണ് ഏതായാലും BJP ഇതിന് കാരണമായി അടിയന്തരമായി പിൻവലിക്കാനുള്ള കാരണമായി പറയുകയും ചെയ്യുന്നതും. രാകേഷ്, എന്തായാലും 25 അംഗങ്ങൾ BJPക്ക്, PDPക്ക് 28 അംഗങ്ങൾ. സർക്കാർ BJP പിന്തുണ പിൻവലിക്കുന്നതോടുകൂടി സർക്കാരിന് ഭൂരിപക്ഷം നഷ്ടമാകുന്ന ഒരു സാഹചര്യം. PDPയും BJPയും തമ്മിൽ അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്നെങ്കിൽ പോലും PDPയെ കൂടി അമ്പരപ്പിക്കുന്ന തരത്തിലാണോ BJP ഇപ്പോൾ സഖ്യം വിടുന്നു എന്ന തരത്തിലുള്ള ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്? ഇതിനെ നേരിടാൻ PDP എടുത്തിട്ടുണ്ടോ? എന്താണ് PDP കേന്ദ്രങ്ങളുടെ നീക്കം? മെഹബൂബ മുഫ്തി വളരെ പെട്ടെന്ന് തന്നെ മാധ്യമങ്ങളെ കാണുമെന്നും അറിയാൻ കഴിയുന്നു. തീർച്ചയായും മെഹബൂബ് മുഫ്തി രാജിവെക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. 4 മണിക്ക് MLA-മാരുടെ യോഗം ഒപ്പം തന്നെ നേതാക്കളുടെയും യോഗം മെഹബൂബ് വിളിച്ചു ചേർക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം കേവല ഭൂരിപക്ഷത്തിൽ 44 സീറ്റുകൾ വേണമെന്നിരിക്കെ PDPക്ക് നിലവിലുള്ളത് 27 സീറ്റുകൾ മാത്രമാണ്. പക്ഷേ ഇതിൽ ശ്രദ്ധേയമായ കാര്യം നാഷണൽ കോൺഫറൻസിന്റെ ആദ്യ പ്രതികരണമാണ്. നാഷണൽ കോൺഫറൻസ് വ്യക്തമാക്കിയിരിക്കുന്നത് എല്ലാ സാധ്യതകളും തുറന്നു കിടക്കുകയാണ് എന്നാണ് അവർ വ്യക്തമാക്കിയിരിക്കുന്നത്. നിയമസഭയിൽ 15 MLA-മാർ നാഷണൽ കോൺഫറൻസിനുണ്ട്. നാഷണൽ കോൺഫറൻസ് സഖ്യകക്ഷിയായ കോൺഗ്രസിന് 12 സീറ്റുകളുണ്ട്. വേണമെങ്കിൽ അത്തരത്തിലുള്ള സഖ്യവുമായി മുന്നോട്ട് പോകാം. പക്ഷേ നാഷണൽ കോൺഫറൻസും PDPയുമാണ് ജമ്മു കാശ്മീരിലെ പ്രധാനപ്പെട്ട 2 രാഷ്ട്രീയ കക്ഷികൾ, 2 ചേരികൾ നിൽക്കുന്ന രാഷ്ട്രീയ കക്ഷികൾ. ഇവിടെ BJPയും കോൺഗ്രസും 2 പക്ഷത്തുമായി നിലയുറപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പിന്തുണ സ്വീകരിക്കാൻ PDP തയ്യാറാകും. മെഹബൂബ മുഫ്തി രാജിവെച്ചു എന്ന ഏറ്റവും പുതിയ വാർത്തയാണ് രാകേഷ് വരുന്നത്. അത് മാധ്യമങ്ങളെ കാണുന്നതിന് മുൻപ് തന്നെ അവർ രാജി പ്രഖ്യാപനം അറിയിച്ചിരിക്കുന്നു. മെഹബൂബ മുഫ്തി രാജിവെച്ചിരിക്കുന്നു എന്ന ഏറ്റവും പുതിയ വാർത്ത. രാകേഷിന് തുടരാം. രേണുക, തീർച്ചയായും സംസ്ഥാന സർക്കാരിന് ഭരിക്കാനുള്ള ഭൂരിപക്ഷമില്ല. ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് BJP പിന്തുണ പിൻവലിച്ച സാഹചര്യത്തിൽ മെഹബൂബ് മുഫ്തി രാജിവെച്ചിരിക്കുന്നത്. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ 87 അംഗ നിയമസഭയിൽ 44 MLA-മാരുടെ പിന്തുണ വേണം കേവല ഭൂരിപക്ഷത്തിന്. പക്ഷേ BJPയുടെ 25 MLA-മാർ പിന്തുണ പിൻവലിച്ച സാഹചര്യത്തിൽ 27 പേരായി ഭൂരിപക്ഷം ചുരുങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ സർക്കാരിന് സ്വാഭാവികമായി നിലനിൽക്കില്ല. ഈ സാഹചര്യത്തിൽ തന്നെയാണ് മെഹബൂബ് മുഫ്തി രാജിവെക്കാനുള്ള തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും ഇനി സംസ്ഥാനം ഗവർണർ ഭരണത്തിലേക്ക് നീങ്ങുകയും ചെയ്യും. പെട്ടെന്നൊരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമോ എന്ന കാര്യം വ്യക്തമല്ല. ഒരുപക്ഷെ കാരണം 6 മാസത്തിനകം തന്നെ തെരഞ്ഞെടുപ്പ് നടത്തിയാൽ മതി, അല്ലെങ്കിൽ തന്നെ ഗവർണർ ഭരണം ഒരുപക്ഷെ തുടരുകയും ചെയ്യും. BJP ഏതായാലും ഗവർണർ ഭരണം വേണമെന്നൊരു ആവശ്യം ഇതിനോടകം തന്നെ മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട്. രാം മാധവ് വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തു. നേരത്തെയും സംസ്ഥാനം ഗവർണർ ഭരണത്തിലായിരുന്നു. അത് മുഖ്യമന്ത്രിയായിരുന്ന മുഫ്തി സയ്യിദ് മരിച്ചതിന് ശേഷം BJP സർക്കാരിൽ നിന്ന് പിൻവാങ്ങിയേക്കും, അല്ലെങ്കിൽ ചർച്ചകൾ ഒരു തരത്തിലും എങ്ങോട്ടും എത്താത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോഴും അന്ന് ഗവർണർ ഭരണം തന്നെയാണ് സംസ്ഥാനത്ത് ഉണ്ടായിരുന്നത്. ഏതായാലും മെഹബൂബ് മുഫ്തി രാജിവെച്ച ഈ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് ഗവർണർ ഭരണം വരുമെന്ന കാര്യം ഉറപ്പാണ്. രേണുക,
ആർ രാകേഷാണ് വിവരങ്ങൾ നൽകിയത്. കശ്മീരിൽ മെഹബൂബ മുഫ്തി സർക്കാർ രാജിവെച്ചിരിക്കുന്നു. സഖ്യത്തിൽ നിന്ന് പിന്മാറുന്നതായി BJP പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് മെഹബൂബ മുഫ്തി ഇപ്പോൾ രാജി അറിയിച്ചിരിക്കുന്നത്. ടോം വടക്കൻ ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ ടോം വടക്കൻ, അവിശുദ്ധ സഖ്യം എന്നുവരെ രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ചൂണ്ടിക്കാട്ടിയ ഒരു സഖ്യമാണ് വേർപിരിഞ്ഞിരിക്കുന്നത്. കശ്മീരിൽ മെഹബൂബ മുഫ്തി സർക്കാർ രാജിവെച്ചിരിക്കുന്ന സാഹചര്യത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. താങ്കൾ കോൺഗ്രസ് എങ്ങനെയാണ് ഈ രാഷ്ട്രീയ സാഹചര്യത്തെ നോക്കിക്കാണുന്നത്? ഞാൻ ആദ്യം ഈ ഗവൺമെന്റ്, ഭാരതീയ ജനതാ പാർട്ടിയുടെ സെൻട്രൽ ഗവൺമെന്റിനെ കൺഗ്രാറ്റുലേറ്റ് ചെയ്യുന്നു. ആദ്യമായിട്ടാണ് ഒരു ഗവൺമെന്റ് അവരുടെ തെറ്റ് അംഗീകരിക്കുന്നത്. 3 വർഷം ജമ്മു ആൻഡ് കാശ്മീർ സ്റ്റേറ്റിനെ എന്താണ് അവർ കാണിച്ചു കൂട്ടിയേ എന്നുള്ള കാര്യം ജനങ്ങൾ കാണുന്നുണ്ട്. ഈ തരം ഒരു ഗവൺമെന്റ് ഫോം ചെയ്ത് ഐഡിയോളജിക്കലി 2 പേരും പോൾസ് പാർട്ടായിരുന്നു. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഒരു ഗവൺമെന്റ് രൂപീകരിച്ചു. നാഷണൽ മാൻഡേറ്റ് അത്രേ പറഞ്ഞത്. നാഷണൽ ഇന്റഗ്രിറ്റി, രാജ്യത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു കർമ്മമാണ്. അത് കഴിഞ്ഞ് അതൊക്കെയായിരുന്നു സ്പീച്ച് രാം മാധവന്റെ ഗവൺമെന്റ് ഫോർമേഷന്റെ സമയത്ത്. ഇന്ന് ഗവൺമെന്റ് സപ്പോർട്ട് വിഡ്രോ ചെയ്യുന്ന സമയത്ത് ഇതന്നെയാ പറയുന്നത്. നാഷണൽ മാൻഡേറ്റ് ആയിരുന്നു, പക്ഷെ ഞങ്ങൾക്ക് 3 വർഷം ഈ ഗവൺമെന്റിന്റെ കൂടെ നിങ്ങൾക്ക് ഇനി കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. നാഷണൽ ഇന്റഗ്രേഷന് അതന്നെ കാരണങ്ങൾ. ഗവൺമെന്റ് ഫോം ചെയ്യുമ്പോഴും ഇതന്നെയാ പറഞ്ഞത്, ഗവൺമെന്റ് വിഡ്രോവലിന്റെ സമയത്തും ഇതന്നെയാ പറഞ്ഞത്. ഇതാണ് ഇവരുടെ കാഴ്ചപ്പാട്. ഇന്ന് റിയാലിറ്റി എന്താണ്? ഇവര് ടോട്ടൽ അറ്റർ ഫെയിലിയറിലേക്കാണ്. ഈ എക്കണോമിക് ഫെയിലിയർ, സോഷ്യൽ ഫെയിലിയർ, ലോ ആൻഡ് ഓർഡർ ഫെയിലിയർ ഇല്ലാത്തൊരു വിഷയമില്ല ഈ ജമ്മു ആൻഡ് കാശ്മീരിൽ. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് സപ്പോർട്ട് വിഡ്രോ ചെയ്തിരിക്കുന്നത്. ഞങ്ങൾക്ക് കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് മുഖ്യമന്ത്രി റിസൈൻ ചെയ്യാനുള്ള പ്ലാൻ ഫൈനലൈസ് ആയി വന്നത് തന്നെയാണ്. അവരാദ്യം വിഡ്രോ ചെയ്യാനുള്ള പ്ലാൻ ആയിരുന്നു. പക്ഷെ അത് എങ്ങനെയോ തിരിച്ചറിഞ്ഞു. ഇവര് ഭാരതീയ ജനതാ പാർട്ടി ആദ്യം വിഡ്രോ ചെയ്തു. ഇപ്പൊ പറയുന്നത് പ്രസിഡന്റ് റൂളാണ് ആവശ്യപ്പെടുന്നത്. അപ്പൊ അന്ന് മാൻഡേറ്റ് ഉണ്ട്, ഭരിക്കണം, നാഷണൽ ഇന്റഗ്രേഷനും നാഷണൽ ഇൻട്രസ്റ്റിലും. ഇന്നിപ്പോ നാഷണൽ ഇൻട്രസ്റ്റിൽ വിഡ്രോ ചെയ്തിരിക്കുന്നു. ഇതൊക്കെ ഞാൻ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ജനങ്ങൾക്ക് തിരിച്ചറിയാം ഇവരുടെ എന്താണ് പ്ലാൻ. കാരണം ഇപ്പൊ എല്ലാ പ്രശ്നങ്ങളും PDPയുടെ തലയിൽ ഇടാനുള്ള പരിപാടിയാണ് ഇവര് രൂപീകരിച്ചിരിക്കുന്നത്. ശ്രീ ടോം വടക്കൻ, ഇനി അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം എന്നത് കൂടി ഉറ്റുനോക്കുന്നുണ്ട്. നാഷണൽ കോൺഫറൻസ് ഇതിനോടകം തന്നെ എല്ലാ വാതിലുകളും തുറന്നു കിടക്കുകയാണ് എന്ന തരത്തിൽ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. മെഹബൂബ മുഫ്തി രാജിവെച്ചിരിക്കുന്നു. ഇനി എന്തൊക്കെ സാഹചര്യങ്ങൾ അവിടെ ഉരുത്തിരിയുന്നു എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്. കോൺഗ്രസ് എന്ത് നിലപാടായിരിക്കും ഈ വിഷയങ്ങളൊക്കെ സ്വീകരിക്കാൻ പോവുക? ഈ വിഷയത്തിൽ ഞാൻ ഒരു അസ്ട്രോളജർ ഒന്നുമല്ല. പക്ഷെ ഞങ്ങളുടെ സ്ട്രാറ്റജി കമ്മിറ്റികൾ മീറ്റിംഗിൽ കൂടും. അവർ തീരുമാനിക്കട്ടെ എന്താണ് ചെയ്യാൻ. പക്ഷെ ഇത് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കാനുള്ള എനിക്ക് അതിനുള്ള ബ്രീഫില്ല. കാരണം ഇത് നാഷണൽ ഇൻട്രസ്റ്റിന്റെ ഇഷ്യൂ ആണ്. തീർച്ചയായും എന്താണ് കോൺഗ്രസ് പാർട്ടി ചെയ്യാൻ പോകുന്നത് കുറച്ച് മണിക്കൂറിന്റെ ഉള്ളിൽ നിങ്ങൾക്കറിയാം. വളരെ നന്ദി ശ്രീ ടോം വടക്കൻ ആദ്യ പ്രതികരണങ്ങൾ നൽകിയതിന്. ഇപ്പോൾ മാധ്യമപ്രവർത്തക ലിസ് മാത്യു നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീമതി ലിസ് മാത്യു, വളരെ അപ്രതീക്ഷിതമായി രൂപം കൊണ്ട ഒരു സഖ്യമാണ് കശ്മീരിൽ അധികാരത്തിൽ വരുന്നത് കണ്ടത്. പക്ഷേ 3 വർഷം പിന്നിടുമ്പോൾ അത് സ്വാഭാവികമായും അതിന്റെ അന്ത്യത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ, കത്വ സംഭവത്തിൽ തുടങ്ങി വെടിനിർത്തൽ കരാറിൽ വരെ എത്തിയിരിക്കുന്ന പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾക്കപ്പുറം ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ കൂടി മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു തീരുമാനമായി താങ്കൾ ഇതിനെ നോക്കിക്കാണുന്നുണ്ടോ? തീർച്ചയായും BJPയെ സംബന്ധിച്ചിടത്ത് ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള കോൾ അവർ കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഓരോ സ്റ്റേറ്റ് ബൈ സ്റ്റേറ്റ് അവർ സ്ട്രാറ്റജികൾ തീരുമാനിക്കുകയാണ്. നമ്മൾ നേരത്തെ കണ്ടതാണ്, പല സ്റ്റേറ്റുകളിലും ഒരു പ്രസിഡന്റുമാരെ മാറ്റി. അപ്പം ജമ്മു കാശ്മീർ ഒരു അവരെ സംബന്ധിച്ചിടത്ത് നാഷണൽ ഇന്റർനാഷണൽ ലെവലിലും പിന്നെ ജനറലി കാര്യങ്ങൾ അവിടെ വഷളായിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയിൽ അവിടെ PDPയുമായിട്ടുള്ള സഖ്യത്തിൽ സർക്കാരിൽ തുടരുക എന്നത് BJPക്ക് ഒരു അൺടെനബിൾ സിറ്റുവേഷൻ ആണ്. ഇപ്പോൾ പൊളിറ്റിക്കലി അത് അവർക്ക് ഒത്തിരി ഡാമേജ് ആണ്. കൂടാതെ അക്രമങ്ങൾ കൂടുകയും സിറ്റുവേഷൻ കയ്യിൽ നിന്ന് വിട്ടുപോയിന്ന് BJP നേതാക്കന്മാർ തന്നെ പ്രൈവറ്റ്ലി സമ്മതിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു കുറച്ച് ദിവസമായി ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ കത്വ സംഭവത്തിലും അത് കഴിഞ്ഞ്
ഈ BJP-യിലെ ചില നേതാക്കന്മാർക്കെതിരെയുള്ള അഴിമതിയുടെ കാര്യത്തിലും അത് ഫെയറിന്റെ കാര്യത്തിലും ഒന്നും രണ്ടും കുറേയേറെ വിഷയങ്ങളിൽ ഇവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അഭിപ്രായ വ്യത്യാസങ്ങൾ പലതും ഇതായി. പിന്നെ ഈ കുറച്ച് നാൾ മുമ്പ് റീഷഫിൽ നടത്തി പല നേതാക്കന്മാരെ മാറി. പക്ഷേ കാര്യങ്ങൾ മുന്നോട്ട് പോകില്ല. PDP-യെ സംബന്ധിച്ചിടത്തും അവർക്കും ഇന്റേണലി പാർട്ടിക്കുള്ളിനകത്ത് തന്നെ BJP-യുമായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നതിൽ അവരുടെ രാഷ്ട്രീയമായിട്ടുള്ള അവരുടെ നിലനിൽപ്പിനെ തന്നെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയിലായിരുന്നു കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. രണ്ട് പാർട്ടിക്കും ഇനി തുടരാൻ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയല്ലാത്ത ഒരു സാഹചര്യം. തീർച്ചയായും അങ്ങനെ ഒരു സാഹചര്യമുണ്ട്. ശ്രീമതി ലിസ് മാത്യു, ഇവിടെ രാം മാധവ് വാർത്താ സമ്മേളനം നടത്തുമ്പോൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്ന 3 കാര്യങ്ങൾ: ടെററിസം, വയലൻസ്, റാഡിക്കലൈസേഷൻ. ഒപ്പം സാധാരണക്കാർക്ക് അവരുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് പോലും കീപ്പ് ചെയ്യാൻ പറ്റാത്ത തരത്തിൽ അവിടുത്തെ സാഹചര്യങ്ങൾ മാറിപ്പോയിരിക്കുന്നു എന്ന് കുറ്റപ്പെടുത്തുന്നുണ്ട്. താങ്കൾ തന്നെ സൂചിപ്പിച്ചു 2019 തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. അജണ്ടകൾ സെറ്റ് ചെയ്യപ്പെടേണ്ടതുണ്ട്. കശ്മീർ എപ്പോഴും ഒരു ദേശീയ രാഷ്ട്രീയ വിഷയം കൂടിയാണ്. അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു തിരിച്ചടിക്ക് അല്ലെങ്കിൽ നടപടികൾക്ക് കേന്ദ്ര സർക്കാർ തയ്യാറെടുക്കുന്നു. അത് 2019 തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു വിഷയമാക്കി തന്നെ മാറ്റിയെടുക്കാനുള്ള നീക്കം, അതിന്റെ ആദ്യപടിയായി ഈ നടപടികളെ നമ്മൾക്ക് കാണേണ്ടതുണ്ടോ? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കാശ്മീരില് BJP ഇപ്പോ ഇതിനകത്ത് ടെററിസത്തിനും വയലൻസിനും PDP ഗവൺമെന്റിനെ ഒരു തരത്തിൽ സർക്കാർ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കാരണം ഒന്നാമത്തെ കാര്യം സെൻട്രലിൽ BJP-യാണ് ഭരിക്കുന്നത്. രണ്ടാമത് PDP അവിടെ PDP ഗവൺമെന്റിൽ BJP ഗവൺമെന്റ് ആയിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് പൊളിറ്റിക്കലി അവർക്ക് ഒരു അജണ്ട സെറ്റ് ചെയ്യാനായിട്ട് അതിൽ കൈ കഴുകേണ്ട ഒരു ആവശ്യമുണ്ട്. പക്ഷേ നമ്മൾ ലോജിക്കലി നോക്കുമ്പോൾ BJP-ക്ക് ഒരിക്കലും കൈ കഴുകാൻ പറ്റില്ലാത്ത ഒരു ഇതാണ്. പക്ഷെ എപ്പോഴും പെർസെപ്ഷൻ ആണല്ലോ. നമ്മൾ അത് ശ്രമിച്ചു, അല്ലെങ്കിൽ PDP-യുടെ ഇൻഡയറക്ട്ലി PDP-യുടെ മേലിൽ അതിന്റെ കുറ്റം ചാരാനായിട്ട് ഇതിനകത്ത് നമ്മൾ പറഞ്ഞതൊന്നും BJP-യുടെ നേതൃത്വം അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് പറഞ്ഞതൊന്നും PDP നടപ്പിലാക്കിയില്ല. അതുകൊണ്ട് പ്രശ്നങ്ങൾ വഷളായി എന്ന ഒരു പെർസെപ്ഷൻ ഉണ്ടാക്കാനായിട്ട് BJP-യുടെ ഇതൊരു രാഷ്ട്രീയപരമായിട്ടുള്ള നീക്കമാണ്. അതിനകത്ത് വേറെ കോൺസ്റ്റിറ്റ്യൂഷനിലെയോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും അഡ്വാൻറ്റേജ് ഇല്ല. ഇതൊരു പൊളിറ്റിക്കൽ മൂവാണ്. ഇറ്റ് ഈസ് ലൈക്ക് ഇലക്ഷന് വേണ്ടിയിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ ഒരു നമ്മളെ തന്നെ ക്ലീൻ ടു മേക്ക് യുവർ സെൽഫ് ലുക്ക് ബെറ്റർ. ആ ഒരു ഇതിനു വേണ്ടിയിട്ടാണ് ഇപ്പോഴത്തെ ഈ രാഷ്ട്രീയ നീക്കം. ഇന്നലെ തന്നെ BJP-യിലെ നേതാക്കന്മാരെ അവര് അതെ, ഇവിടെ ഗവർണറുടെ റൂൾ വേണം, ഗവർണർ ഭരണം വേണം എന്നാണ് BJP തന്നെ മുന്നോട്ട് വെക്കുന്ന ഒരു നിർദ്ദേശം. സ്വാഭാവികമായും ഭൂരിപക്ഷം നഷ്ടപ്പെട്ട് മെഹബൂബ മുഫ്തി രാജിവെച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ഇനി അവിടുത്തെ രാഷ്ട്രീയ സാധ്യതകൾ, അതിനെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? നാഷണൽ കോൺഫറൻസ് ഇതിനോടകം അവരുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. എല്ലാ വാതിലുകളും തുറന്നിടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിനുള്ള സാധ്യതകൾ, ഈ വേറെ ഏതെങ്കിലും ഒരു സഖ്യം രൂപപ്പെടുത്തി അധികാരത്തിലേക്ക് വരാനുള്ള സാധ്യതകൾ എങ്ങനെയൊക്കെയുണ്ട് എന്ന് താങ്കൾ കരുതുന്നു? ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ബിക്കോസ് കോൺഗ്രസ് ആദ്യത്തെ അവരുടെ റിയാക്ഷൻ തന്നെ, ഗുലാം നബി ആസാദിന്റെ ആദ്യത്തെ റിയാക്ഷൻ തന്നെ കശ്മീരിലെ സിറ്റുവേഷൻ വളരെ വേഴ്സ് ആണ്, ഒരു പാർട്ടി ഇപ്പോൾ അധികാരം ഏറ്റെടുക്കാൻ തയ്യാറാവില്ല എന്നുള്ള മട്ടിലാണ് അദ്ദേഹം സംസാരിച്ചത്. ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് ഇപ്പോൾ പെട്ടെന്ന് കാര്യങ്ങൾ വളരെ വളരെ വഷളായിരുന്നു. എക്സ്റ്റേണലിയും ഇന്റേണലിയും എല്ലാം, പൊളിറ്റിക്കലിയും ഡിപ്ലോമാറ്റിക്കലി സ്ട്രാറ്റജിക്കലി എല്ലാ തരത്തിലും കാര്യങ്ങൾ വഷളായിക്കൊണ്ടിരിക്കുന്ന ഇതിലാണ്. ഈ ഒരു ഫേവറബിൾ ആയിട്ടുള്ള, അതായത് നമ്മളുടെ സെൻട്രൽ ഗവൺമെന്റിലും സ്റ്റേറ്റിലും ഒരേ ഗവൺമെന്റ് ആയിട്ട് പോലും കാര്യങ്ങൾ ഒരു തരത്തിലും കൺട്രോൾ ചെയ്യാൻ പറ്റില്ലെന്ന് മാത്രമല്ല വഷളാവുകയാണ് ചെയ്തത്. ആ ഒരു സാഹചര്യത്തിൽ ഹോസ്റ്റൈലായിട്ട് ഗവൺമെന്റ് ഒരു തരത്തിലും അതിനെ സഹായിക്കാൻ ഇതുള്ള സാധ്യത കുറവാണ്. പിന്നെ വേറൊരു സംഭവം എന്ന് പറയുന്നത്, ഇപ്പോൾ ഗവർണറുടെ റൂൾ എന്ന് പറഞ്ഞാൽ ഗവർണറിന്റെ എക്സ്റ്റൻഷൻ 2 എക്സ്റ്റൻഷൻ കഴിഞ്ഞിട്ട് അദ്ദേഹം ഈ മാസം അവസാനത്തിന്റെ തന്നെ അദ്ദേഹത്തിന്റെ എക്സ്റ്റൻഷൻ ഇത് ചെയ്യുകയാണ്. അദ്ദേഹത്തിന് തന്നെ ഇപ്പോൾ ആദ്യത്തെ ഒരു ഫസ്റ്റ് ഇൻഡിക്കേഷൻ മേ ബി ഹി മേ ഗെറ്റ് ആൻ എക്സ്റ്റൻഷൻ ബിക്കോസ് കാര്യങ്ങൾ കൂടുതൽ പരിചയമുള്ള ഒരാളായതുകൊണ്ട് ചിലപ്പോൾ എക്സ്റ്റൻഷൻ കിട്ടി. അത് മാത്രമല്ല അദ്ദേഹം സെൻട്രൽ ഗവൺമെന്റുമായിട്ട് വളരെയധികം കോർഡിനേറ്റ് ചെയ്താണ് കുറെ നാളായി മൂവ് ചെയ്തുകൊണ്ടിരുന്നത്. ശരി, BJP ഗവൺമെന്റ് മാറാത്ത വളരെ ചുരുക്കം 2-3 ഗവർണർമാരിൽ ഒരാളാണ് മൊറസ. അതുകൊണ്ട് ഇറ്റ് ഡസന്റ് ലുക്ക് ലൈക്ക് ദേ മൈറ്റ്
ചേഞ്ച്. ബട്ട് ഹി സേസ് ഏജ് ഈസ് എ വെരി ബിഗ് ഇഷ്യൂ. അപ്പൊ അതൊക്കെ നോക്കുമ്പം അതൊന്ന്. പിന്നെ ഞാൻ ഇപ്പോഴത്തെ ഫസ്റ്റ് ഇൻഡിക്കേഷൻ ഫ്രം എനി പാർട്ടി നോക്കുകയാണെങ്കിൽ ഒരു പുതിയ സർക്കാരിന് അല്ലെങ്കിൽ ഒരു വേറൊരു കോയലീഷനുള്ള ചാൻസ് കുറവാണ്. പക്ഷെ ഇൻ പൊളിറ്റിക്സ് നത്തിങ് ഈസ് റൂൾഡ് ഔട്ട്. ശരി, വളരെ നന്ദി ശ്രീമതി ലിസ് മാത്യു ഞങ്ങളോട് വിശദമായി തന്നെ കാര്യങ്ങൾ സംസാരിച്ചതിന്. കശ്മീരിൽ മെഹബൂബ മുഫ്തി സർക്കാർ രാജിവെച്ചിരിക്കുന്നു. സഖ്യത്തിൽ നിന്ന് പിന്മാറുന്നതായി BJP പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് തീരുമാനം. മേഖലയിൽ വിഘടനവാദവും തീവ്രവാദ ആക്രമണങ്ങളും കൂടി വരുന്ന സാഹചര്യത്തിലാണ് പിന്തുണ പിൻവലിക്കുന്നത് എന്നാണ് BJP ദേശീയ ജനറൽ സെക്രട്ടറി രാം മാധവ് വാർത്താസമ്മേളനത്തിൽ കാര്യങ്ങൾ വിശദീകരിച്ചത്. അതിനു പിന്നാലെയാണ് മുഫ്തി രാജിവെക്കുകയും ചെയ്തിരിക്കുന്നത്. രാഷ്ട്രീയ പ്രതിസന്ധി ജമ്മു കാശ്മീരിൽ ഉടലെടുത്തിരിക്കുന്നു. മെഹബൂബ മുഫ്തി വൈകിട്ട് മാധ്യമങ്ങളെ കാണും എന്നാണ് മനസ്സിലാക്കുന്നത്. BJP പിന്തുണ പിൻവലിച്ചതിന് പിന്നാലെ തന്നെ രാജിവെച്ചു എന്ന് PDP നേതാക്കൾ അറിയിക്കുകയും ചെയ്തു. നേതാക്കളുടെ വാക്കുകളിലേക്ക്. महबूबा जी अभी 5 बजे आपसे डिटेल में बात करेंगे. मीनवाइल शी हैज submitted her resignation to the governor and sent it to him. ജമ്മുകാശ്മീരിൽ PDPയുമായി സഖ്യത്തിനില്ലെന്ന് കോൺഗ്രസ് വ്യക്തമാക്കി. PDPയുമായി ധാരണയുണ്ടാക്കാൻ കഴിയില്ലെന്ന് ഗുലാം നബി ആസാദ് മാധ്യമങ്ങളോട് പറഞ്ഞു. ER രാഗേഷ് തുടരുന്നുണ്ട്. രാഗേഷ്, ഏതെങ്കിലും തരത്തിലുള്ള ഒരു സഖ്യ സാധ്യത വിരളമാണ് എന്നാണ് നമുക്ക് ലഭ്യമാകുന്നത്. രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെയുള്ളവർ അത്തരം സമീപനം ആണ് അല്ലെങ്കിൽ അത്തരമൊരു നിരീക്ഷണമാണ് നടത്തുന്നത്. ഒപ്പം തന്നെ കോൺഗ്രസിന്റെ നിലപാടും വന്നിരിക്കുന്നു. സഖ്യത്തിന് യാതൊരു സാധ്യതയുമില്ല എന്നാണ് ഗുലാം നബി ആസാദ് വ്യക്തമാക്കിയിരിക്കുന്നത്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? രേണുക, ഈ സർക്കാരിനുള്ള പിന്തുണ BJP പിൻവലിച്ചതിന് പിന്നാലെ എല്ലാ സാധ്യതകളും തുറന്നു കിടക്കുകയാണെന്ന പ്രതികരണം നാഷണൽ കോൺഫറൻസിന്റെ ഭാഗത്തുനിന്നുണ്ടായി. പക്ഷേ കോൺഗ്രസ് ഏതായാലും ഇക്കാര്യത്തിൽ അവരുടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ്. കാരണം BJPക്ക് നിലവിലെ ജമ്മു കാശ്മീരിലെ പ്രശ്നങ്ങളെന്ന് എളുപ്പത്തിൽ കൈകഴുകാനാകില്ല എന്നായിരുന്നു കോൺഗ്രസ് നേതാവും ജമ്മു കാശ്മീരിൽ നിന്നുള്ള നേതാവ് കൂടിയായ ഗുലാം നബി ആസാദിന്റെ പ്രതികരണം. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും PDPയെ പിന്തുണയ്ക്കാനില്ല എന്നുകൂടി ഗുലാം നബി ആസാദ് വ്യക്തമാക്കിയിരിക്കുകയാണ്. കോൺഗ്രസ് പിന്തുണയ്ക്കില്ല എന്ന് വ്യക്തമായതോടുകൂടി പുതിയ സർക്കാർ വരില്ല എന്ന കാര്യം വ്യക്തമായിരിക്കുകയാണ്. കാരണം ഏതെങ്കിലും തരത്തിൽ നാഷണൽ കോൺഫറൻസ് PDPക്ക് പിന്തുണ കൊടുക്കുകയാണെങ്കിൽ പോലും 42 അംഗങ്ങളുടെ പിന്തുണ മാത്രമേ ഉണ്ടാകുള്ളൂ. കേവല ഭൂരിപക്ഷത്തിന് 44 MLAമാരുടെ പിന്തുണ വേണം. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള സാധ്യതകളിലേക്ക് ഇനി പോകാനുള്ള സാധ്യതയില്ല. കാരണം കോൺഗ്രസ് അവരുടെ നിലപാട് ഇതിനോടകം തന്നെ വ്യക്തമാക്കി. ഒരു തരത്തിലും PDPക്ക് പിന്തുണയില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ സംസ്ഥാനത്ത് ഗവർണർ ഭരണം വരികയും ചെയ്യും. ഏതായാലും നിലവിലെ സാഹചര്യങ്ങൾ ഒപ്പം തന്നെ രാജിവെക്കാനിടയായ സാഹചര്യങ്ങൾ അടക്കം വിശദീകരിച്ചുകൊണ്ട് മെഹബൂബ് മുഫ്തി 5 മണിയോടുകൂടി മാധ്യമങ്ങളെ കാണുമെന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. നിലവിൽ PDPയുടെ ഭാഗത്തുള്ള വിശദീകരണം കൂടി ഇതോടുകൂടി ലഭ്യമാവുകയും ചെയ്യും. ഏതായാലും 3 വർഷം നീണ്ടുവന്ന BJP ഭരണം ജമ്മു കാശ്മീരിൽ അവസാനിച്ചിരിക്കുകയാണ്. രാജിക്കത്ത് ഗവർണർക്ക് മെഹബൂബ് മുഫ്തി കൈമാറുകയും ചെയ്തിരിക്കുന്നു. രേണുക, ജമ്മുകാശ്മീരിൽ രാഷ്ട്രീയ പ്രതിസന്ധി. മെഹബൂബ മുഫ്തി സർക്കാർ രാജിവെച്ചു. സഖ്യത്തിൽ നിന്ന് പിന്മാറുന്നതായി BJP പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് രാജി. 4 മണിയോടുകൂടി മെഹബൂബ മുഫ്തി മാധ്യമങ്ങളെ കാണും, കാര്യങ്ങൾ വിശദീകരിക്കും എന്നാണ് അറിയുന്നത്. ER രാഗേഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.